ഹായ്. ഞാനങ്ങനെ വണ്ടി ഓടിക്കാൻ വലിയ താല്പര്യമുള്ള ആളൊന്നുമില്ല. എനിക്ക് കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓടിക്കുന്നതാണ് കൂടുതൽ താല്പര്യം. കാരണം വണ്ടി ഓടിക്കാൻ എന്തോ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കുട്ടിക്കാലം മുതൽ ഒരുപാട് ഹോളിവുഡ് സിനിമ കാണുമായിരുന്നു. അപ്പോൾ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ ഈ ചില ബൈക്കിംഗ് ക്ലബ്സിനെ പറ്റിയൊക്കെ കേൾക്കും. കാരണം ഈ ഹോളിവുഡ് സിനിമ മിക്കവാറും അമേരിക്ക ബേസ് ചെയ്തായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ഈ അവിടെയൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ബൈക്കൊന്നും റോഡിലില്ല. എവിടെ നോക്കിയാലും കാറുകളാണ്. ആരും ഇങ്ങനെ ബൈക്കിൽ സഞ്ചരിക്കുന്നത് കാണാറേ ഇല്ല. പക്ഷേ ചില സിനിമകളിൽ ചില ബൈക്കിംഗ് ക്ലബ്ബുകളെ പറ്റി കാണാറുണ്ട്. അത് അവർ ഒരുപാട് പേര് ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് ബൈക്കിൽ ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് ഫുള്ളി ഡ്രസ്ഡ് ആയിട്ട് വണ്ടി ഓടിക്കുക. അവരിങ്ങനെ ലോങ് ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ റോഡിൽ ജീവിക്കുന്നവരുണ്ട്. അവരൊരു സ്ഥലത്ത് പോകുന്നു, അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. എനിക്കൊന്ന് അന്ന് അമേരിക്കയിലൊക്കെ പെട്രോളിന് വളരെ വിലക്കുറവാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പോകാൻ സാധിച്ചത് അല്ലേ? നമുക്ക് നല്ല പാടായിരിക്കും. എനിവേ, അപ്പോൾ അങ്ങനെ അവർ പോകുമ്പോൾ ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസ് കാണും. അപ്പോൾ ഞാനാലോചിക്കും ഇവർക്ക് എന്താണ് വേറെ പണിയൊന്നുമില്ലേ? ഇവരിങ്ങനെ കിലോമീറ്ററുകളോളം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ആർ ദേ ഡൂയിങ് വിത്ത് ദെയർ ലൈഫ്? അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ഫാമിലി ലൈഫില്ല. ചിലപ്പോൾ ഫാമിലി വിത്ത് എ പാർട്ട്ണർ, ഒരു ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടായിട്ടൊക്കെ പോകുന്നവരുണ്ട്. അതല്ലാണ്ട് അവർക്കൊരു കിഡിനെ വളർത്താനോ ഒരു കൊച്ചുണ്ടായാൽ പുള്ളിക്കാരനെ സ്കൂളിൽ അയച്ച് വളർത്താനോ എന്നുള്ളൊരു സാഹചര്യം ഇല്ല അവർക്ക്. അവരെപ്പോഴും റോഡിലാണ്. അവരിങ്ങനെ ഒരു മോട്ടൽസിലൊക്കെ താമസിച്ച് ചില പെട്രോൾ പമ്പുകളിലൊക്കെ ചിലപ്പോൾ ടെൻ്റ് അടിച്ചൊക്കെ കിടന്ന്, ചിലപ്പോൾ ചില വലിയ നാഷണൽ പാർക്കിലൊക്കെ ഒരു സൈഡിൽ ടെൻ്റ് അടിച്ചൊക്കെ കിടന്ന് അങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും കിലോമീറ്ററുകളോളം. ആൻഡ് ദേ ഓൾവേസ് യൂസ് നല്ല മസിൽ ബൈക്കുകളെന്നൊക്കെ പറഞ്ഞാൽ വലിയ ഹെവി ഹോഴ്സ് പവറുള്ള ബൈക്കുകളൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഹോഴ്സ് പവർ എന്ന ബൈക്കുകളുടെ പവറിനെ പറ്റി പറയാമെന്ന് എനിക്കറിയില്ല. എനിവേ, അതാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെനിക്കൊരു കൗതുകമായിരുന്നു. എനിക്ക് അത്യാവശ്യം പ്രായമായ ശേഷമാണ് ഞാനൊരു ബൈക്ക് മേടിക്കുന്നത്. ബൈക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് ബൈക്ക് മേടിച്ചില്ല. ബൈക്ക് ഒരു ആവശ്യമായിട്ട് വന്നുകൊണ്ട് വണ്ടി മേടിച്ചതാണ്. ഞാനൊരു അത്ര വലിയൊരു ഒരു റൈഡിങ് സ്നേഹിയൊന്നും ആയിരുന്നില്ല. എനിക്ക് സഞ്ചരിക്കാനൊരു വണ്ടി വേണം. എപ്പോഴും ബസ് കാത്ത് നിൽക്കാനൊക്കെ ഉള്ള മടിയൊക്കെ കാരണം ബൈക്ക് മേടിക്കേണ്ടി വന്നു. അങ്ങനെ ബൈക്ക് ഓടിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം എനിക്ക് ഇവിടെ നിന്ന് ഒരു ലോങ് ഡിസ്റ്റൻസ് പോകേണ്ടത്, എനിക്കൊന്ന് തൃശ്ശൂരിലേക്ക് ഞാൻ ആദ്യമായിട്ട് ബൈക്ക് ഓടിച്ച് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ അവയർനെസ് അത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാലം. അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ബോധം എന്താണ്, അവയർനെസ് എന്താണ്, നമ്മളെ ഈ എപ്പോഴും എങ്ങനെ ബോധം നിലനിർത്താം, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ എനിക്ക് തൃശ്ശൂരിലേക്ക് ഞാൻ ഈ ബൈക്കിൽ പോയപ്പോൾ ഞാനിങ്ങനെ എങ്ങനെയാണ് ഡെസ്റ്റിനേഷനിൽ എത്തണം, എനിക്ക് എങ്ങനെയാലും അവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബൈക്ക് എന്ന് ബുള്ളറ്റാണ്. അപ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്, അത് ഒരുപാട് സ്പീഡിൽ പോവില്ല. പ്രത്യേകിച്ച് എൻ്റെ വണ്ടി ഒട്ടും പോവില്ല. ഒരു 90 പോയാൽ ഭാഗ്യം. അത് നല്ല സ്ട്രെച്ച് റോഡിൽ ഒരു കുഴപ്പമില്ലാതെ കിടണം. ഈ സംഭവം നടന്നത് എനിക്ക് 2017 ആ ഒരു സമയത്താണ്. അന്ന് ഈ കേരളത്തിലെ റോഡ് ഇത്ര വലുതൊന്നുമില്ല. ഇപ്പോഴാണ് നമ്മൾ 60 ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി വരുന്നൊരു സമയം. അപ്പോൾ പയ്യെ പോകാൻ പറ്റും. ഞാനിങ്ങനെ പോവുകയാണ്. ഞാൻ എന്തായി ചെയ്യണതെന്ന് ഞാൻ തന്നെ ആലോചിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ വേറൊരു ബൈക്കറിനെ കണ്ടു. അദ്ദേഹം ബുള്ളറ്റിലാണ് സഞ്ചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വണ്ടിയിലെല്ലാം ഫുള്ളി ഡ്രസ്ഡാണ്. ഞാനിലേക്ക് ഒരു ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ, കയ്യിൽ ജാക്കറ്റൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. നമ്മളിങ്ങനെ ഓടിച്ച് പോവാം. അത് ഞാൻ ഷൂ പോലും ഇട്ടിട്ടില്ല, ചെരുപ്പിട്ടാണ് ഓടിച്ച് പോകണേ. ബൈക്ക് ഓടിക്കുമ്പോൾ ഷൂ ഇടണം എന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കൗതുകം. ഞാനിങ്ങനെ പുള്ളി ഓവർടേക്ക് ചെയ്ത് പോകുന്നു. ഞാൻ കുറേ ദൂരം എത്തി, ഞാൻ ഒരു ബ്ലോക്കിലോ ഒരു സിഗ്നലിലോ നിൽക്കുമ്പോൾ പുള്ളി എൻ്റെ അടുത്തെത്തും. അപ്പോഴും പുള്ളി ഒരു സ്റ്റേബിൾ ഒരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു 50-60 ആ ഒരു റേഞ്ചിനകത്താണ് പുള്ളി പോകണേ. പുള്ളിയുടെ ബൈക്ക് വളരെ സ്റ്റഡിയാണ്. പുള്ളി വളരെ കോൺഷ്യസ് ആണ് വണ്ടി ഓടിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ ആലോചിച്ചു എന്താണ് ഇതിനൊരു പ്രത്യേകത. പുള്ളി ഇങ്ങനെ പോയാൽ എപ്പോൾ എത്തും? പുള്ളി എന്തോ ലോങ് ഡിസ്റ്റൻസ് പോവാണെന്ന് അറിയാം. കാരണം ബാക്കിൽ ഇങ്ങനെ ലഗേജൊക്കെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൂരയാത്ര ഇവിടെ പോവുകയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ പയ്യെ പോയി എപ്പോൾ അവിടെ എത്തും? ഇങ്ങനെ ട്രാവൽ ചെയ്ത് തന്നെ ജീവിതം പോവില്ലേ? അല്ലെങ്കിൽ സമയം അത്രയും നഷ്ടപ്പെട്ട് എന്തായി പുള്ളി കാണിക്കണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ട്രൈ. എനിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു, എന്താണ് ഈ പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം ഞാനും പയ്യെ വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു. സത്യം അപ്പോൾ ഈ അവയർനെസ് ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന കാലമല്ലേ. അപ്പം ഞാനൊന്ന് കോൺഷ്യസ് ആയി വണ്ടി ഓടിക്കാം എന്ന് വിചാരിച്ചു. വളരെ സ്ലോ ആക്കി വണ്ടി മാക്സിമം സ്റ്റഡിയാക്കി ഓടിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ഹൈ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരു സുഖം, ബോധത്തിൻ്റെ സുഖമാണേ, അതെനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സുഖത്തിൽ ഞാനിങ്ങനെ വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഓക്കെ, സ്റ്റാർട്ടഡ് ടു ഗെറ്റിങ് ഇറ്റ്. ഏതൊരു ധ്യാനവും ചെയ്യുന്ന പോലെയാണ്. നമ്മൾ കോൺഷ്യസ് ആയി ശ്രദ്ധയോടെ ഈ വണ്ടി ഞാൻ ഓടിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഓടിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്ത വരുന്നു. നമ്മൾ വീട്ടുകാരെ ആലോചിക്കുന്നു, നാട്ടുകാരെ ആലോചിക്കുന്നു, എത്തേണ്ട സ്ഥലത്തെപ്പറ്റി ആലോചിക്കുന്നു, സമയത്തെപ്പറ്റി ആലോചിക്കുന്നു, മറ്റ് പല കാര്യങ്ങളും ആലോചിക്കുന്നു. ഒരു മൊമെൻറ്റിൽ അറിഞ്ഞു, കോൺഷ്യസ്നെസ് പോയി.
അല്ലെങ്കിൽ കോൺഷ്യസ് ആക്ടിവിറ്റി മാറി ചിന്തയിലേക്ക് പോയി. തിരിച്ച് ശ്രദ്ധ ഡ്രൈവിങ്ങിലേക്ക്. വീണ്ടും കോൺഷ്യസായി വണ്ടി ഓടിക്കുന്നു. ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എന്ത് സുഖമായിരുന്നു, ഒരു വല്ലാത്ത സുഖം. ബോധത്തിൻ്റെ സുഖം അറിയാൻ പറ്റുന്ന പരിപാടിയാണ്. നമ്മളൊരു നോർമൽ ഫോർമൽ മെഡിറ്റേഷൻ ബ്രത്തിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ പോലും ഇത്ര സുഖം കിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. കാരണം ബോറടിക്കില്ല, മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ സിനാരിയോ ചേഞ്ച് ആവുകയാണ്. അവെയർനെസ് ഓൾറെഡി ഷിഫ്റ്റിംഗ് ആണ്. അതിൽ തന്നെ എക്സ്റ്റേണൽ മൂവ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മളൊരു ഡൾനെസ്സിലേക്ക് പോകുന്നില്ല. അതിട്ട് ഇതാ കോൺഷ്യസ്നെസ് നമ്മളിങ്ങനെ പുഷ് ചെയ്ത് ഫോർവേഡ് കൊണ്ടുപോവുകയാണ്. ഭയങ്കരമായ സുഖം. അന്നെനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ മണിക്കൂറുകളോളം വണ്ടി ഓടിക്കുന്നത്, ജീവിതകാലം മുഴുവൻ വണ്ടി ഓടിക്കുന്നത്, പ്രോബബ്ലി ബൈക്ക് ഓടിക്കുന്നതെന്ന്. ഈ പ്രത്യേകിച്ച് അമേരിക്കയിലെ ബൈക്കേഴ്സ് ക്ലബിന് കിട്ടുന്ന ഒരു സുഖം എന്താണ്? അവിടെ എന്തെല്ലാം ലഹരികൾ ഉണ്ടായിട്ട് അതിനേക്കാളുമൊക്കെ ബെറ്റർ വണ്ടി ഓടിക്കുന്നതാണെന്ന് വിചാരിച്ച് ജീവിതം അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കന്നാണ് മനസ്സിലായത്. ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഞാൻ എപ്പോഴും കോൺഷ്യസായി വണ്ടി ഓടിക്കാറുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ചില നേരങ്ങളിൽ ഞാനത് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ഒരു ഡൗട്ട് ഉണ്ടോ എങ്ങനെയാണ് ഞാൻ കോൺഷ്യസായി വണ്ടി ഓടിക്കാമെന്ന്? ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. സിമ്പിളാണ്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ, എസ്പെഷ്യലി നിങ്ങൾക്കൊരു അത്യാവശ്യമില്ലാത്ത സമയമാണെങ്കിൽ സ്ലോ ആയിട്ട് ഓടിക്കുക. സ്ലോ ആയിട്ട് ഓടിക്കുകയെന്ന് വെച്ചാൽ ഓവർ സ്ലോ ആയിട്ട് ഓടിച്ചാൽ ക്രാങ്കൊക്കെ ഇടിച്ച് പിസ്റ്റണൊക്കെ പോകും. അങ്ങനെയല്ല, ഒരു 50-60 സ്പീഡിൽ പോകുമ്പോൾ വണ്ടിയെ മാക്സിമം ശ്രദ്ധയോടെ ഓടിക്കുക. ശ്രദ്ധയോടെ ഓടിക്കുക വെച്ചാൽ വണ്ടിയെ ബെറ്ററായിട്ട് ഓടിക്കുക. നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, നമുക്കറിയാം. നമ്മളെ വണ്ടി ഓടിക്കൽ മൂവ്മെൻ്റ് ഒക്കെ എന്തോ യാന്ത്രികമായിപ്പോയി, എന്നോ ഓട്ടോമാറ്റിക് ആയിപ്പോയി. നമ്മൾ വണ്ടി ഓടിക്കാനൊക്കെ മറന്നു. നമ്മൾ പണ്ട് പഠിച്ച കാര്യം നമ്മളിങ്ങനെ വണ്ടി കയറിയിട്ട് അങ്ങ് ഓടിച്ചു പോവുകയാണ് അല്ലേ. പക്ഷേ ഓരോ തവണ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക. എന്തിനാണ് ശ്രദ്ധിക്കേണ്ടത്? വണ്ടി നല്ല സുഖമായിട്ട് ഓടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം തന്നെ കോൺഷ്യസ് ആയി, അപ്പം തന്നെ അവെയറായി, അപ്പം തന്നെ ശ്രദ്ധ വന്നു. അതാ യാത്രയെ വളരെ മനോഹരമാക്കും. നോക്കൂ, ഇത് നമുക്ക് എല്ലാ കാര്യത്തിലും ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യവും വളരെ ശ്രദ്ധയോടെ ചെയ്താൽ അത് ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവും. ബോധത്തിൻ്റെ സുഖമാണ്. സെൽഫിൻ്റെ യഥാർത്ഥ സുഖം എന്താണെന്നുള്ളതിൻ്റെ ചെറിയ ഗ്ലിംസുകളാണ് ഇതൊക്കെ. ആ സുഖവും ഉണ്ടാവും, നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊരു ഭംഗിയുണ്ടാവും. സത്യമായി അത് കാണുന്ന ആൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു സെൻ മോങ്കിനെ കാണുമ്പോൾ, എല്ലാം കോൺഷ്യസായ അവെയർനെസ്സോടുകൂടി ചെയ്യുന്ന ഒരു സെൻ മോങ്കിനെ കാണുമ്പോൾ ആളുകൾക്കൊരു അദ്ദേഹത്തിനെ ചുറ്റും ഒരു ഓറ ഫീൽ ചെയ്യാന്നൊക്കെ പറയില്ലേ, ഓറ ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ഈ കയോസ് ആയിട്ടുള്ളൊരു സൊസൈറ്റി അല്ലെങ്കിൽ നേച്ചറിൽ, സൊസൈറ്റി എന്ന് പറയാം, നേച്ചർ എന്ന് പറയണ്ട, സൊസൈറ്റിയിൽ നേച്ചറിൻ്റെ താളത്തിൽ പോകുന്ന ഒരാളെന്നൊക്കെ നമുക്ക് തോന്നും. അതായത് വാട്ട് എവർ ഹീ ഡസ് ഈസ് എ ബ്യൂട്ടിഫുൾ ആക്ടിവിറ്റി. അദ്ദേഹം എന്ത് ചെയ്യുന്നു അതിന് ഭംഗിയുണ്ട്. നമുക്ക് എല്ലാം ഭംഗിയോടുകൂടി ചെയ്യാൻ പറ്റും, എന്ത് കാര്യവും. പക്ഷെ ബൈക്ക് റൈഡിങ്ങിനെ പറ്റി ഞാൻ ഇപ്പോൾ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും ഈസിയായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം കോൺഷ്യസ് ആയി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബോറടിക്കും മിക്കവാറും. അല്ലെങ്കിൽ നമുക്ക് എന്ത് തേങ്ങയാണത് എന്നൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷെ അതുപോലല്ല ബൈക്ക് റൈഡിങ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ബൈക്ക് ഓടിക്കാനൊക്കെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുമെന്ന് ഞാൻ പറയും. കാരണം അതിലൊരു സുഖമുണ്ട്, സെൽഫിൻ്റെ സുഖം അറിയാൻ പറ്റും. ബൈക്ക് തന്നെയാണോ നിർബന്ധമില്ല, സൈക്കിളായാലും മതി. പക്ഷേ സൈക്കിൾ നമ്മൾ കുറേ നേരം ചവിട്ടുമ്പോൾ നമ്മൾ ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ടയർഡാവും. പക്ഷെ നമ്മൾ കോൺഷ്യസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ച് നേരം കൂടുതൽ നമുക്ക് ചവിട്ടാൻ പറ്റും. കാരണം അൺകോൺഷ്യസ് ആണ് നമ്മൾ ചവിട്ടുന്നത്, നമ്മൾ പെട്ടെന്ന് ടയർഡായി പോകും. കോൺഷ്യസ് ആണ് ചവിട്ടുന്നത്, നമ്മൾ കുറേ നേരം കൂടി ടയർഡ്നെസ് ഇല്ലാതെ പോകും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടയർഡ്നെസ്സിൻ്റെ പകുതി നമ്മുടെ മനസ്സാണ്. ഒരു 60% നമ്മൾ ടയർഡാകുമ്പോൾ തന്നെ മനസ്സ് പറയും, അയ്യോടാ വയ്യ, നീ ഒന്ന് മതിയാക്കുക എന്ന് പറയും. നമ്മൾ മതിയാകും. എന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കും, നമ്മൾ അവെയറായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമ്മളപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിന് ഈ ഒരുപാട് ചിന്തകൾ ഇങ്ങോട്ട് തള്ളിത്തരാൻ സമയമില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മളൊരു 80% സ്ട്രെങ്ത് വരെ ചവിട്ടും. മറ്റേത് 60% നമ്മൾ ടയർഡായത് നമ്മുടെ മനസ്സ് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അത് സംഭവിക്കില്ല. ലോകത്തിൽ എപ്പോഴും മനുഷ്യൻ പല ടൂൾസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചത്. നമ്മൾ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളിൽ മനോഹരമായ കണ്ടുപിടുത്തമാണ് സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാണ് ബാക്കിയുള്ള എഞ്ചിൻസ് എല്ലാം വന്നത്, ഇപ്പോഴത്തെ ബൈക്ക് എഞ്ചിൻ, കാർ എഞ്ചിനല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്ന് ഇവിടെ നിന്ന് തൃശ്ശൂർ എത്തണമെങ്കിൽ ഞാൻ നടന്നു തുടങ്ങി നാളെ അവിടെ എത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ വൈകിട്ടാവും, ഇന്ന് രാവിലെ നടന്നു തുടങ്ങി. അപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ എല്ലാവരും വണ്ടി ഓടിക്കാൻ അറിയുന്നവരാണെങ്കിൽ എപ്പോഴെങ്കിലും ഓടിക്കുക, ഒറ്റയ്ക്ക് ഓടിക്കുക,
പരമാവധി ദൂരം ഓടിക്കുക, ശ്രദ്ധയോടെ ബോധത്തോടെ ഓടിക്കുക. ബോധത്തിലാണ് കാര്യം. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നോട്ട് അബൌട്ട് ഹൗ യു. നിങ്ങൾക്ക് എത്ര വണ്ടി ഓടിക്കാൻ അറിയാമെന്നുള്ളതല്ല പ്രസക്തി. നിങ്ങൾ അവെയറായി കോൺഷ്യസായി ബോധത്തോടു കൂടിയാണ് ചെയ്യുന്നതിൽ അതിന് ഭംഗിയുണ്ടാവും, അത് നന്നായി വരും. നമ്മൾ നോക്കൂ, പലർക്കും പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരിക്കൽ വണ്ടി ഓടിക്കാൻ പഠിച്ചു. നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് നമ്മൾ ആദ്യമൊക്കെ നമുക്ക് ചെറിയ ബോധത്തോടു കൂടിയാണ് നമ്മൾ പഠിക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വണ്ടി ഓടിപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കാണ്, നമ്മൾ അൺകോൺഷ്യസ് ആണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നിങ്ങളൊരിക്കലും ബെറ്റർ ആവില്ല. നമ്മളൊരുവിധം തട്ടിക്കൂട്ടി വണ്ടി ഓടിക്കാൻ പഠിച്ചു. നമ്മൾ പിന്നെ അങ്ങോട്ട് ഈ പഠിച്ച വെച്ചിട്ട് ഇങ്ങനെ അൺകോൺഷ്യസ് ആയാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിച്ചപ്പോൾ എത്ര തട്ടിക്കൂട്ട് സെറ്റപ്പിലാണോ അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ എത്ര കാലം വണ്ടി ഓടിച്ചത്. കാരണം ആ എക്സ്പീരിയൻസ് ഓഫ് റൈഡിങ് വിൽ നോട്ട് ബെനിഫിറ്റ് യു. നിങ്ങൾക്ക് എത്ര കാലം വണ്ടി ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസിന് ഒരു ഉപയോഗം ഉണ്ടാവില്ല. പക്ഷെ ഓരോ തവണ വണ്ടി ഓടിക്കുമ്പോഴും നിങ്ങൾ കോൺഷ്യസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ, ഇറ്റ് വിൽ ഗെറ്റ് ബ്യൂട്ടിഫുൾ. ബിക്കോസ് ഒരു ശ്രദ്ധ നമ്മൾ കൊണ്ടുവന്നു ഈ ആക്ടിവിറ്റിയിൽ. നമ്മൾ നന്നായി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആ ഒരു ശ്രദ്ധ വന്നു. വെച്ചാൽ നന്നായി ചെയ്യാൻ ശ്രമിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് കോൺഷ്യസ് ആവാനുള്ള ഒരു എളുപ്പ വഴിയാണത്. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ഈ അത്യാവശ്യം പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള കാട്, മലകൾ, ഇത്തരം സ്ഥലത്തേക്കൊക്കെ വണ്ടി ഓടിച്ച് പോകണം. അപ്പം ബൈക്ക് തന്നെ വേണം, ബുള്ളറ്റ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. സ്കൂട്ടറിലും പോകും. നമ്മൾ സ്റ്റഡി ആയിട്ടൊക്കെ ഇരുന്ന് ഓടിക്കണം കേട്ടോ സ്കൂട്ടറിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നടുവൊക്കെ പണി കിട്ടും. അപ്പോൾ അങ്ങനെ ഓടിക്കുക, യാത്ര ചെയ്യുക, പരമാവധി ഒറ്റയ്ക്ക് പോവുക. ഇപ്പം നമ്മൾ നാട് വിട്ടൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ രാവിലെ പോയി വൈകിട്ട് വരാൻ പറ്റുന്ന ഒരു യാത്ര പോയാൽ മതി. അത് സ്ത്രീകൾക്കും പോവാം. പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് ബൈക്ക് റൈഡിങ് എന്ന് തെറ്റിദ്ധാരണ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ലാന്ന് എനിക്കറിയാം. എന്നാലും പലരും മടിക്കും. പ്രത്യേകിച്ച് ഞാൻ സ്കൂട്ടറിൽ അങ്ങനെ എത്ര ദൂരം റൈഡ് പോകണം, എനിക്ക് ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയേനെന്ന് പറയുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്ത്രീകളാണ് പൊതുവേ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, സ്കൂട്ടറിലും പോവാം. നല്ല റോഡാണെങ്കിൽ ബെറ്റർ. ഈ മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ഒരു ഭംഗിയും. അത് ഈ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? യാത്ര നമ്മൾ ഓട്ടോമാറ്റിക്കലി അവെയറാക്കും. കാരണം നമ്മൾ കാണാത്ത കാര്യങ്ങൾ, നമ്മൾ എപ്പോഴും കണ്ട ചുറ്റുപാടുകളിൽ നമ്മളെപ്പോഴും അൺകോൺഷ്യസ് ആയിട്ട് ഓട്ടോമാറ്റിക് ആക്ടിവിറ്റി സംഭവിക്കും. എന്നാൽ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ, നമ്മൾ സ്ഥിരം കാണാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു അലേർട്ട്നെസ് ഉണ്ടാവും. നമ്മളറിയാതെ കോൺഷ്യസ് ആവും, നമ്മളറിയാതെ നമ്മുടെ ശ്രദ്ധ വർദ്ധിക്കും. അപ്പോൾ അത് നമ്മൾ കുറച്ചും കൂടി റൈഡിങ് എന്ന് പറയുന്ന ബൈക്കിൽ ഓൾറെഡി യാത്ര നമ്മളെ കോൺഷ്യസ് ആകുന്നു. അതിൻ്റെ കൂടെ നമ്മൾ കോൺഷ്യസ് ആകുമ്പോൾ പീക്ക്. അതുകൊണ്ടാണ് യാത്രയ്ക്ക് ഇത്ര സുഖം. നമുക്ക് നമ്മൾ ഒരിക്കലും കോൺഷ്യസ് ആവാൻ ശ്രമിച്ചില്ലെങ്കിൽ പോലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മെജോറിറ്റി ആൾക്കാർക്ക് ഒരു സുഖം കിട്ടും. കാരണം നമ്മൾ അറിയാതെ അലേർട്ട്നെസ്, കോൺഷ്യസ്നെസ്, നമ്മൾ കാണാത്ത സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മുടെ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റിന് നമ്മൾ പുതിയ സ്ഥലത്ത് വരുമ്പോൾ എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ അറിയാതെ ഒരു അലേർട്ട്നെസ് വരും ഉള്ളിൽ. ആ അലേർട്ട്നെസ് വിൽ മേക്ക് യു കോൺഷ്യസ്. അതിൻ്റെ ഒരു ഭംഗി അത് യാത്ര ചെയ്തവർക്കൊക്കെ അറിയാം. ഒരു ചെറിയ യാത്ര ചെയ്തവനറിയാം. അതായത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നൊരു വൺ ഡേ ടൂർ പോയാലും അത് അറിയാൻ പറ്റും. നമ്മൾ ഒരിക്കലും പോകാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പലർക്കും പുതിയ സ്ഥലത്തൊക്കെ പോകാൻ പേടിയാണ്, മടിയാണ്. ഒരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും പോയിട്ടില്ലാത്ത റോഡിൽ അവിടെ ആൾക്കൂട്ടമാണ്, ഒരുപാട് പേരുണ്ട്. നോ പ്രോബ്ലം, അവിടേക്ക് പോകൂ. നിങ്ങൾ കല്യാണ നാട്ടിലൊക്കത്തിന് കയറിയില്ലെങ്കിലും ഒന്നുമില്ല, നിങ്ങൾ കയറാതിരിച്ചു പോകുന്ന യാത്രയിലാണ് കാര്യം. നമ്മളൊരിക്കലും പോയിട്ടില്ലാത്തൊരു സ്ഥലമല്ലേ. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത സ്ഥലമായിരിക്കും. നമ്മളിപ്പം എൻ്റെ വീടിൻ്റെ ഒരു 5 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്ത് ഞാൻ ഒരിക്കലും പോയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് പോയാൽ മതി. നമ്മളിപ്പോൾ ഇത് കാണാൻ വേണ്ടി ലഡാക്കിൽ പോകേണ്ട നിർബന്ധമൊന്നുമില്ല, ഇത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നടക്കുമ്പോഴേ സംഭവിക്കില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഹാപ്പൻ, ബട്ട് ഇറ്റ് വിൽ നീഡ് മോർ എഫേർട്ട്. എഫേർട്ട്ലെസ് ആയിട്ട് കോൺഷ്യസ് ആവുന്നതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം. അതാണ് ആ സുഖം ജനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് നമ്മുടെ ആ ഒരു അവയർനെസ്സിൻ്റെ എനർജിയെ ഡ്രെയിൻ ചെയ്തുകൊണ്ട് പോകും. ഇങ്ങനെ ആ ഊർജ്ജത്തിനെ ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ ആ ഒരു സുഖത്തിൻ്റെ അളവ് കുറയും. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. താങ്ക് യു.